കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ മേഖലയിൽ വ്യാപക നാശം. എരുമപ്പെട്ടി ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തിയായനിയുടെ വീടിൻ്റെയും തൊഴുത്തിൻ്റെയും മുകളിലേക്ക് പന ഒടിഞ്ഞു വീണ് പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിൻ്റെ മേൽക്കൂര ഭാഗികമായും തകർന്നു. നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്ക് കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. നെല്ലുവായ് തെക്കുമുറിയിൽ കനത്ത മഴയിൽ പ്ലാവ് കടപുഴകി വീണ് ആർട്ടിസ്റ്റ് സദന്റെ വീട് തകർന്നു. നെല്ലുവായ് മുണ്ടങ്കോട് മുളങ്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. നെല്ലുവായ് പുഴക്കരയിലെ വാഴത്തോട്ടത്തിലെ 40 ചെങ്ങാലിക്കോടൻ വാഴകൾ മരങ്ങൾ വീണ് നശിച്ചു. പറമ്പിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ കാറ്റിൽ കടപുഴകി വാഴകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ കാറ്റിൻ മഴയത്ത് 2 വൻ മരങ്ങൾ വീണ് 40ഓളം വാഴകൾ കേടുപാട് പറ്റി. ഒരു കൊല്ലത്തെ അധ്വാനമാണ്. വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഗവൺമെൻറ് കൃഷിഭവനമായിട്ട് എന്തെങ്കിലും സഹായമായി ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്ന് അങ്കനവാടി റോഡിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. വേലൂർ 12ാം വാർഡിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീടാണ് തകർന്നത്. വേലൂർ വെങ്ങിലശ്ശേരി തട്ടാൻ അർജുനന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന്റെയും ബൈക്കിന്റെയും മുകളിലേക്ക് മാവ് മറിഞ്ഞു വീണ് വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. മരം വീണ് ആളൂർ ആറ്റത്ര ജോസിന്റെ വീടിന്റെ മേൽക്കൂരയും തെങ്ങ് വീണ് തിരുത്തിയിൽ വിജയകുമാറിന്റെ തൊഴുത്തും തകർന്നു. വേലൂർ 14ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി.